അടുത്ത് നമ്മൾ പാകിസ്ഥാനിലോട്ട് കയറുകയാണ്. അങ്ങനെ ആഫ്രിക്കയിൽ നിന്നും സീൽ കിട്ടിയിരിക്കുകയാണ്. സിറിയയിൽ നിന്ന് ബംഗ്ലാദേശിലോട്ട് പോകാം. ബംഗ്ലാദേശിൽ നിന്ന് നമുക്ക് പാകിസ്ഥാൻ, യൂറോപ്പിലോട്ടാണ്, റഷ്യയിലോട്ടാണ്. നമ്മൾ സിറിയയിലോട്ടാണ് പോകുന്നത്. ശ്രീലങ്കയുടെയും കിട്ടിയിരിക്കുകയാണ്. UAE നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. ശ്രീലങ്കയിലോട്ടാണ് കയറുന്നത്. പാകിസ്ഥാനിലെ മേടിച്ചിരിക്കുന്നത്. തുർക്കിയിലോട്ടാണ് കയറുന്നത്. 30 പൗലിയനുണ്ട്. യൂറോപ്പിൽ ഫീലിംഗ് 14 മാർക്കറ്റിലോട്ട് കയറുകയാണ്. ആഫ്രിക്കയിലോട്ടാണ് പോകുന്നത്. ഇവിടെയാണ് പ്രോഗ്രാം നടക്കുന്നത്. വലിയൊരു സ്റ്റേജാണ്. കൊറിയയിലോട്ട് പോകും. ഗെയിമിലെ സാധനം ഉണ്ടാക്കി ചെയ്യുന്നത്. ഇവിടെ റോഡ് ഓഫ് ഏഷ്യ എന്ന് പറഞ്ഞിട്ടുണ്ട്. കാര്യം ഏഷ്യയിലുള്ള എല്ലാ സാധനവും ഇവിടെ എന്തായാലും ജസ്റ്റ് ഒന്ന് കയറിയിട്ട് വരാം. അതുകൊണ്ട് നമുക്ക് അമേരിക്കൻസിലോട്ട് കയറാം. അമേരിക്കാസിൽ കയറുകയാണ്. ഇതാണ് സംഭവം. എന്തായാലും നമുക്ക് ഇവിടെ നിന്ന് അകത്തോട്ട് കയറാം. പിന്നെ മുകളിലൊക്കെ കണ്ട അടിപൊളി ഭംഗിയായിട്ട് വെച്ചിട്ടുണ്ട്. ഇതൊരു വെറൈറ്റി ലൈറ്റും ഒരു ഫീലിംഗ് കേട്ടോ. അങ്ങനെയുള്ള കുറച്ച് സാധനങ്ങൾ കുപ്പികൾ. നിങ്ങൾ ജസ്റ്റ് പോകട്ടെ. എനിക്ക് വലുതായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാനൊന്നും അറിയത്തില്ല ഇതൊക്കെ എന്തുവാ സംഭവം. അവിടുത്തെ ഉള്ള സാധനങ്ങൾ അതേപോലെ ഇറക്കിയേക്കാന്ന് പറയുന്നത്. പിന്നെ ബാഗ് ബൊമ്മകളാണ്. അടിപൊളി കേട്ടോ. ബാഗ് തിളങ്ങുന്നുണ്ട് ആ സാധനം. അത് കൊള്ളാമല്ലേ. ആ ഒരു ഷർട്ട് ഇത് തിളങ്ങുന്നത്. അത് പ്രിൻറ്റ് ചെയ്ത് കൊടുക്കുന്നത്, ലൈവായിട്ട് പ്രിൻറ്റ് ചെയ്ത് കൊടുക്കുന്ന സംഭവം. ഇതും അതേപോലെയുള്ള സംഭവങ്ങളാണ്. ഇത് എക്സിറ്റാണ്. ഇപ്പോൾ ഞാൻ സീലിൻ്റെ സംഭവം കണ്ടില്ല. നോക്കട്ടെ കേട്ടോ ഇവിടെ എവിടെയെങ്കിലും ഉണ്ടോ. എല്ലാം എൻട്രൻസ് ഭാഗത്തായിരുന്നു ആ സീലടിക്കുന്നത്. പക്ഷേ ഇപ്പം അത് എൻട്രൻസിൽ നിന്ന് മാറ്റി പല സ്ഥലത്ത്, ചില സമയത്ത് പല സ്ഥലത്തായിരിക്കും അത് വെച്ച് എടുത്ത് വയ്ക്കുന്നത്. സീലെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ഫുഡില്ലേ അവിടെ ഇവിടെയാണ്. അപ്പോൾ അത് നമുക്ക് കിട്ടി അമേരിക്ക. അപ്പം അത് കിട്ടി. ഇനി നമുക്ക് അടുത്ത സ്ഥലത്തോട്ട് പോകാം ഗൈസ്. അപ്പോൾ എന്തായാലും ഇവിടെ നിന്ന് ഇറങ്ങുക. നേരെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് തായ്ലൻഡ് കാണാൻ പറ്റും. കൊറിയയിലോട്ട് പോവുകയാണ് കേട്ടോ. ഗൈസ് ഇതൊരു രക്ഷയില്ലാത്ത ഒരു സ്ഥലമാണ് കേട്ടോ. നിങ്ങൾ ഒരു കാരണവശാലും ഗ്ലോബൽ വില്ലേജ് മിസ് ചെയ്ത് കേട്ടോ. അപ്പോൾ നമ്മൾ എന്തായാലും കൊറിയയിലോട്ട് പോവുകയാണ്. എന്തായാലും അകത്തോട്ട് കയറിയിട്ട് നമുക്ക് നോക്കാം. കൊറിയ ചില സ്ഥലത്തൊക്കെ ഭയങ്കര ആൾക്കാരോട്ടോ. ഭയങ്കര ആൾക്കൂട്ടമാണ്. നമുക്ക് പറയാൻ പറ്റാത്തത്ര ആൾക്കൂട്ടമുണ്ട്. അപ്പോൾ നമ്മൾ നേരെ കൊറിയയിലോട്ട് പോകാം. മേൽക്കൂരയൊക്കെ ഉണ്ട്. ഒരു വെറൈറ്റി സംഭവം കേട്ടോ. പിന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ കൊറിയ അറിയാമല്ലോ, എല്ലാത്തിനെയും കാണാൻ വരാനൊക്കെ ഇരിക്കും. ഒന്നര കാര്യം നല്ല ഭംഗിയാട്ടോ. എല്ലാവരും കേട്ടോ. സൂപ്പർ മാൻഡ് സ്ക്വിഡ് ഗെയിമിലെ സാധനം ഉണ്ടാക്കി വെച്ചേക്ക് നോക്കി. അവിടുത്തെ ഗെയിമായി ഉണ്ടാക്കി വെച്ചേക്കുന്നത് പേടിക്കാൻ കേട്ടോ. പഞ്ചസാരയിൽ വരുന്ന സാധനം. പിന്നെ ഇതെന്താണ് ഗെയ്സ്, ഇത് ഒരു പടം വരച്ചു കൊടുക്കും കേട്ടോ. ഞാൻ എന്തായാലും കൊറിയയുടെ സാധനം സ്റ്റാമ്പ് സീൽ ചെയ്യുകയാണ്. ഇവിടെ വയ്ക്കുക. ഓക്കെ ഗെയ്സ്, ഇതാണ് കൊറിയൻ സ്റ്റാമ്പ്. അത് നമ്മുടെ തായ്ലാൻഡിൻ്റെ ആ ഒരു ഭാഗത്താണ് സീൽ ചെയ്തിരിക്കുന്നത് കേട്ടോ. കൊറിയൻ സ്റ്റാമ്പാണ് ഇത് ഗെയ്സ്. പലവർക്കും കൊറിയയിൽ പോകാനുള്ള ആഗ്രഹമുള്ള പല ഗേൾസുകളും ഉണ്ടെന്ന് നമുക്കറിയാം. കേൾക്കൂലാണ് എന്ത് ഭംഗിയാണെന്നറിയാം കാണാൻ. ഇപ്പോൾ ഹൈറ്റിലാണ് നിൽക്കുന്നത് നോക്കി. ഓക്കെ ഗെയ്സ്, ഇനി നമ്മുടെ ഇവിടെ നിന്ന് ഇറങ്ങുകയാണ്. ഈ സൈഡിൽ കണ്ട ഇത് ഫുള്ളും ഈ ബ്യൂട്ടി ആയിട്ടുള്ള സംഭവങ്ങളില്ലേ, അതായത് ക്രീം അങ്ങനെയുള്ള സാധനങ്ങൾ. കാര്യം കൊറിയൻകാരല്ലേ ഏറ്റവും കൂടുതൽ ബ്യൂട്ടി ആയിട്ട് നടക്കുന്നത്. അതുകൊണ്ട് ആ ഒരു ഇവിടെ ക്രീംസും അങ്ങനെയുള്ള കുറേ സംഭവങ്ങളുണ്ട്. അപ്പോൾ കൊറിയയിൽ നിന്ന് നമ്മളിനി അടുത്ത എങ്ങോട്ടാണ്? തായ്ലാൻഡ് വന്നത്. കൊറിയയിൽ നിന്ന് ഓക്കെ, നമ്മൾ അങ്ങോട്ടാണ് നടക്കേണ്ടത്. എന്തായാലും കൊറിയയിൽ നിന്ന് ഇനി അങ്ങോട്ട് എന്തൊക്കെ ഉണ്ടെന്ന് നോക്കാം കഴിച്ചു. അത് കഴിഞ്ഞിട്ട് ബാക്കി കാര്യങ്ങൾ നോക്കാം. അമേരിക്കൻസ് കഴിഞ്ഞ് കൊറിയൻ, ജപ്പാൻ, ബംഗ്ലാദേശൊക്കെ അവിടെ കിടക്കുന്നതേ ഉള്ളൂ ബോയ്സ്. ഞാൻ ഒരു റൗണ്ട് കറങ്ങി കേട്ടോ. UAE ഒക്കെ തോ കിടക്കുന്നത്. ഇനി എന്തുമാത്രം കറങ്ങാൻ കിടക്കുന്നെന്ന്. ഓക്കെ ഗൈസ്, അപ്പോൾ നമുക്ക് എന്തായാലും ഇനി അങ്ങോട്ട് പോവാം. ഏതൊക്കെ രാജ്യങ്ങളുണ്ടെന്ന് നോക്കാം. ഓക്കെ, ഇത് നോക്കിയത് എന്താണ്? എക്സ്പോ പ്ലാനറ്റ് സിറ്റി എന്ന് പറഞ്ഞ സംഭവമുണ്ട്. വിശന്ന് കയറി പോകാം. എക്സ്പോ പ്ലാനറ്റ് സിറ്റി. എനിക്കൊന്ന് ദുബായിൽ എന്തോ സംഭവം നല്ല ഭംഗിയാട്ടോ കാണാൻ. എനിക്ക് തോന്നുന്നു ഫ്യൂച്ചർ ദുബായ് വല്ലതും ആയിരിക്കും. നമുക്ക് കയറി നോക്കാം എങ്ങനെ ഉണ്ടെന്ന്. ഓക്കെ, ഇതിന് പേയ്മെൻ്റ് ഉണ്ടോ എന്ന് എനിക്കൊരു സംശയമുണ്ട്. ഇതൊരു ഡിസ്പ്ലേ ആണ് കേട്ടോ. 360 ഉള്ള ഒരു ഡിസ്പ്ലേ ആണ്. അതിൽ ഗിന്നസ് വേൾഡ് റെക്കോർഡ് വല്ലതും ഉണ്ടോ? ഫുൾ ഡിസ്പ്ലേ. ഒരു രക്ഷയില്ല കേട്ടോ. അടിപൊളി രസം കേട്ടോ. എല്ലാവരും അവിടെ നിന്ന് ഫോട്ടോസൊക്കെ എടുക്കുന്നുണ്ട്. അത് ചുവന്ന് ഇവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ തിയേറ്റർ പോലെ കേട്ടോ. എനിക്ക് തോന്നുന്നത് ഇവിടെ കയറി ഇവിടെ ടിക്കറ്റ് ഉണ്ട് 45 രൂപ. അപ്പം ഗൈസ്, അപ്പോൾ അവിടെ എന്താ ഷോ ആണ്ടുണ്ട്. ഇവിടെ ഒരു പ്രോഗ്രാം നടക്കുന്നുണ്ട് കേട്ടോ. പക്ഷേ ഞാനപ്പോൾ എന്തായാലും പെട്ടെന്ന് കയറി. എൻ്റെ ഫോണിൻ്റെ ചാർജ് തീരാറായി. പെട്ടെന്ന് കയറി കുറേ ഇനി എടുക്കാണ്ട്. UAE ഉണ്ട്, ശ്രീലങ്ക ഉണ്ട്. അപ്പോൾ അങ്ങനെയുള്ള കുറേ സംഭവമുണ്ട്. പെട്ടെന്ന് കയറി ഞാൻ എല്ലാത്തിനും സീലടിക്കുന്നത്. അടുത്ത നമ്മൾ കയറുന്നത് യൂറോപ്പിലോട്ടാണ്. യൂറോപ്പിലെ പൗലിയനാണ് ഈ കാണുന്നത്. അതാണ് ഞാൻ എന്തായാലും പോയി 2 സ്റ്റാമ്പ് എടുത്തിട്ട്. എൻ്റെ ഫോണിൽ ചാർജ് കുറവാണ് ഗൈസ്. നൈക്കിൻ്റെയൊക്കെ
ഷോറൂമുണ്ട്. ഷോറൂമല്ല, അതൊക്കെ ഒറിജിനൽ സാധനമായിരിക്കും ഗൈസ്, നൈക്കിൻ്റെ സംഭവങ്ങൾ. അപ്പോൾ എന്തായാലും നമ്മളെ സീലിംഗ് അടിക്കുന്ന സ്ഥലം ഞാൻ ഒന്ന് തിരക്കി പിടിക്കട്ടെ. ഇപ്പോൾ ഈ ഒരു കോട്ടിലായിരിക്കും സീലിംഗ് വരുന്നത്. ഓക്കെ ഗൈസ്, കണ്ട ഇതാണ് നമ്മുടെ യൂറോപ്പിലെ പൗലി. യൂറോപ്പിലെ സീലിംഗ് കഴിഞ്ഞു. അവിടെ നിന്ന് അടുത്ത സ്ഥലത്തോട്ട് പോകാം. അടുത്ത കയറുന്ന റഷ്യയിലോട്ടാണ് നമ്മളിപ്പോൾ. അപ്പോൾ റഷ്യയിലോട്ട് കയറാം. ഒരു നല്ലൊരു ഭംഗിയുണ്ട് റഷ്യയിൽ കാണാൻ. റഷ്യയിലെ ഫുഡ് കോർട്ടും സാധനങ്ങളും ഒക്കെ മേടിക്കാനുള്ള ആ ഒരു സ്ഥലം ഇതാണ്ട്. ഇവിടെയാണ് നമുക്ക് സീലിരിക്കുന്നത്. നമുക്ക് സീലടിക്കാം. റഷ്യൻ്റെ വരാന്തയിൽ നിന്ന് റഷ്യയുടെ സീലടിച്ചിരിക്കുകയാണ് ഗൂയ്സ്. ഇനി നമുക്ക് അടുത്തയിലോട്ട് മൂവ് ചെയ്യാം. അടുത്ത് നമ്മൾ ആഫ്രിക്കയിലോട്ടാണ് പോകുന്നത്. ഇതാണ് ആഫ്രിക്ക. ആഫ്രിക്കയിൽ കയറുമ്പോഴാണ് നമ്മൾ ആന, പുലി അങ്ങനെയുള്ള കുറേ സാധനങ്ങൾ ഇവിടെ കാണുന്നത്. സൈഡിൽ എനിക്ക് വന്ന് പ്ലാസ്റ്റിക്കാണ്. പ്ലാസ്റ്റിക് സാധനങ്ങൾ ഉണ്ടാക്കിയൊക്കെ ആഫ്രിക്കയിൽ കുറച്ച് കൂടുതൽ ഇതുണ്ട് കേട്ടോ. ആഫ്രിക്കയിൽ മെയിനായിട്ടുള്ള സംഭവം ഈ ഒരു എല്ലാം നാച്ചുറലായിട്ടുള്ള സാധനങ്ങളൊക്കെ ആയിരിക്കും കേട്ടോ. എന്തായാലും നമുക്ക് ഫുഡുകളായാലും എന്തുമായാലും നാച്ചുറൽ സാധനമായിരിക്കും. ഇതല്ല, ഇതൊക്കെ അവിടെ ഉണ്ടാക്കുന്ന സാധനങ്ങൾ തടി കൊണ്ട് ഉണ്ടാക്കിക്കുക. എല്ലാം തടിയും അതേപോലെയുള്ള സംഭവങ്ങൾ കൊണ്ട് ഉണ്ടാക്കിയത് ഒരു വെറൈറ്റി സംഭവങ്ങൾ തന്നെയാണ്. ഇഷ്ടംപോലെ സാധനം ഇതേപോലെ ഇഷ്ടംപോലെ സാധനങ്ങൾ കാണണമെങ്കിൽ ആഫ്രിക്കയിൽ തന്നെ വേണം. ഒരു തടി കൊണ്ടുള്ള സംഭവങ്ങളാണ്. പിന്നെ അവിടെ അതല്ലേ കിട്ടുന്നത്. ഇതൊക്കെ രസമുണ്ട് കാണാൻ. ഓക്കെ ഗൈസ്, അപ്പോൾ എന്തായാലും നമുക്കിനി ഫുഡ് കോർട്ട് നോക്കാം. ഫുഡ് കോർട്ടിൽ പോയി സീലെടുത്തിട്ട് നമുക്കൊന്ന് പോവാം. ഒരു സ്റ്റേജ് അവിടെ ഉണ്ട് കേട്ടോ. എന്തായാലും നമുക്ക് സ്റ്റേജിൻ്റെ അടുത്തായിരിക്കും. ഒന്നെങ്കിൽ സ്റ്റേജിൻ്റെ അടുത്ത് അല്ലെങ്കിൽ ഫുഡ് കോർട്ടിൻ്റെ അടുത്തായിരിക്കും. കണ്ടത് കണ്ട ഇതെല്ലാം നമ്മുടെ സാധാ തടി, മുള, ഈറ ഇങ്ങനെയൊക്കെ കൊണ്ടുവന്ന് വയ്ക്കുന്ന സാധനമാണ്. ഫുഡ് കോർട്ടാണ് ഇത്. എന്ത് കളർഫുള്ളാണെന്നറിയാമോ ആഫ്രിക്ക. നല്ല കളർഫുള്ളായിട്ടുള്ള സംഭവമാണ്. നമുക്കങ്ങനെ ആഫ്രിക്കയിൽ നിന്നും സീൽ കിട്ടിയിരിക്കുകയാണ്. ഇനി നമുക്ക് അടുത്ത സ്ഥലത്തോട്ട് പോകാം. അവിടെയാണ് പ്രോഗ്രാം നടക്കുന്നത്. വലിയ സ്റ്റേജ് ആട്ടോ. ഇതാണ് കണ്ടമാനം ആൾക്കാരാണ് വന്നിരിക്കുന്നത്. എന്തായാലും നമുക്ക് ഇനി സിറിയയിലോട്ട് പോകാം. സിറിയയിൽ നിന്ന് നമുക്ക് ബംഗ്ലാദേശിലോട്ട് പോകാം. ബംഗ്ലാദേശിൽ നിന്ന് നമുക്ക് പാകിസ്ഥാൻ ആ ഒരു ഏരിയയിലോട്ട് പോകാം ഗൈസ്. അപ്പോൾ എന്തായാലും തുർക്കിയുണ്ട്. നമ്മൾ അവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്തെന്ന് തോന്നുന്നു. അപ്പോൾ നമുക്ക് എന്തായാലും പാകിസ്ഥാനിൽ വന്ന് തീരും. പിന്നെ ഈജിപ്റ്റ്, അവിടെ നമ്മൾ യമന്, ഈജിപ്റ്റൊക്കെ നമ്മൾ കയറിയതാണ്. അപ്പോൾ നമ്മൾ ഇനി 3-4 സ്ഥലം കൂടെ ആകുമ്പം നമ്മൾ ഫുൾ കവറായി കഴിഞ്ഞു ഗൈസ്. വാട്ടർ ഡാൻസാണ്. പിള്ളേർ അവിടെ വന്ന് ഡാൻസ് ചെയ്യുന്നുണ്ട് ഗൈസ്. നല്ല രസമുണ്ട് കേട്ടോ കാണാൻ. ആ ബാക്ക്ഗ്രൗണ്ടിൽ ആ ഒരു കളർഫുൾ നിങ്ങൾ ഇത് ഫുള്ള് നോക്കി. ഇതൊരു നടുക്കത്ത് ഇതാണ് സെൻറ്റർ കേട്ടോ. സെൻറ്റർ പോയിന്റ്. എന്തായാലും ചെറിയ പോയിട്ട് വരാം. ബാറ്ററി ചാർജ് തീരുന്ന മുന്നേ ചെറിയ മെയിനായിട്ടുള്ള ഒരു വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാറ്ററി ചാർജ് കേട്ടോ. ഇപ്പം വന്ന് അതിന് പെട്ടെന്ന് തീരും. ഞാൻ ഒരു പവർ ബാങ്ക് മേടിച്ചു, അതും കംപ്ലൈൻ്റ് ആയിപ്പോയി. നമ്മൾ സിറിയയിലോട്ടാണ് പോകുന്നത്. ഓക്കെ ഗൈസ്, അപ്പോൾ നമുക്ക് സിറിയയുടെ അകത്തോട്ട് കയറിയിട്ട് എന്തൊക്കെ ഉണ്ടെന്ന് നോക്കാം. ഇനിയും ഒരു മുസ്ലിം രാജ്യം തന്നെയാണ്. എല്ലാം ആ ഒരു രീതിയിൽ എല്ലാ റേഞ്ചും ആ ഒരു ടച്ചാണ് വരുന്നത് കേട്ടോ. മോഡേണായിട്ടുള്ള രാജ്യമല്ലേ ഗൂയ്സ്. കേട്ടോ ഇതേക്കണക്കുള്ള കുപ്പായങ്ങളും കാര്യങ്ങളൊക്കെയാണ് ഉള്ളത്. പിന്നെ ഇതുണ്ട് അവിടെ ഉള്ള വലിയിടുന്ന സംഭവങ്ങൾ കണ്ട്. ഇതാണ് ഫുഡ് കോർട്ടല്ല ഇത്. ഓഫീസിലേക്ക് ചെയ്യാറ് അവിടെ ആ ഒരു പാരമ്പര്യമായിട്ടുള്ള സംഭവങ്ങളാണ് കേട്ടോ. ഞാൻ എന്തായാലും ആ ഒരു സീല് നോക്കട്ടെ. നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ നോക്കിപ്പോയാൽ മതി. കാര്യം നമുക്ക് മിക്കവാറും 2 വീഡിയോയിലേ നമുക്ക് ഒതുക്കാൻ പറ്റത്തുള്ളൂ കേട്ടോ ഇത് സംഭവം. ഓക്കെ, ഇത് ഫ്രൂട്ട്സും അങ്ങനെയുള്ള സംഭവം, ഓറഞ്ചും അത് നമ്മൾ അവിടെയും കിട്ടുന്ന പോലത്തെ കാരണം വെറൈറ്റി ഫുഡുകളുണ്ട് ഇവിടെ കേട്ടോ. സിറിയൻ ഫുഡ് നമ്മൾ സിറിയയുടെ സീലും കിട്ടിയിട്ടുണ്ട്. കാരണം നമ്മൾ സിറിയയിൽ നിന്ന് ഇറങ്ങുകയാണ്. ഫുഡിൻ്റെ ഐറ്റംസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ വെറൈറ്റി ഇഷ്ടം പോലെ ഫുഡിൻ്റെ ഐറ്റം ഉണ്ട് സിറിയയിൽ. കണ്ട ഫുഡാണ്, അതായത് ഇത് ഉപ്പിലിട്ട സംഭവങ്ങൾ നമുക്ക് അവിടെ കിട്ടത്തില്ല. അതിൻ്റെ വെറൈറ്റി കാർഡാണ് ഇതാ ഈ ഒരു സംഭവങ്ങൾ. ചായ ഇത് ഒരു ഫേമസ് സംഭവമാണ് കേട്ടോ. ഇവിടുത്തെ ഒരു ഫേമസ് സംഭവം. ഇത് പല സ്ഥലത്ത് ഇങ്ങനെ നിൽക്കുന്നുണ്ട്. അടുത്ത് നമുക്ക് കയറേണ്ടുള്ളത് അങ്ങോട്ടാണ് പോകുന്നത്. ഓക്കെ, അപ്പോൾ ഇനി സിറിയ കിട്ടി. ഇനി നമുക്ക് ശ്രീലങ്കയിലോട്ട് പോകാം. ബംഗ്ലാദേശ് ഉണ്ട്, ശ്രീലങ്ക ഉണ്ട്. വെറൈറ്റി സ്ട്രക്ചർ വെച്ചിരിക്കുന്നുണ്ടോ. എന്ത് മോഡലൊന്നും നമുക്കറിയത്തില്ല. നല്ലൊരു വെറൈറ്റി സ്ട്രക്ചറാണ്. ഇഷ്ടമുണ്ട്. ബംഗ്ലാദേശിൽ ഒന്ന് കയറാം, ശ്രീലങ്കയിലും കയറാം. നമ്മൾ ശ്രീലങ്കയിലോട്ടാണ് കയറുന്നത്. അപ്പം നമുക്ക് ശ്രീലങ്കയുടെ അകത്തോട്ട് കയറാം. അവിടെ ബലൂണൊക്കെ വെച്ചിരിക്കുന്നുണ്ടോ. ഓക്കെ കേസ്, അപ്പം ശ്രീലങ്ക കുറച്ച് വൈഡായിട്ടാണ് കേട്ടോ വെച്ചിരിക്കുന്നത്. ചെറിയൊരു രാജ്യമായിട്ട് വണ്ടൻ രീതിയിലാണ് വെച്ചിരിക്കുന്നത്. മേളത്തെ ഭാഗങ്ങളുണ്ട്. വെറൈറ്റി ഡ്രസ്സുകൾ ഇതൊക്കെയാണ് ഇവിടുത്തെ ഡ്രസ്സ്. എല്ലാം ഒരു നോർമൽ രീതിയിൽ എല്ലാ സ്ഥലത്തും കഴിക്കാൻ ഇതേപോലെ ഡ്രസ്സുകളുണ്ട്. പിന്നെ അവിടുത്തെ ദൈവത്തിൻ്റെയൊക്കെ ഒരു സംഭവമുണ്ട്, അതാണ് അവിടെ വെച്ചിരിക്കുന്നത്. പിന്നെ എല്ലാ സ്ഥലത്തും ഇങ്ങനെ ഊതിങ്ങിട്ട് പോയിക്കും. നമ്മളെ സീലടിക്കാൻ വേണ്ടിയുള്ള സീൽ നമുക്ക് അവിടെ പോയിട്ട് സീൽ ചെയ്യാം.
അപ്പോൾ ഗൈസ് നമുക്ക് ശ്രീലങ്കയുടെയും കിട്ടിയിരിക്കുകയാണ് ഗൈസ്. അപ്പം നമ്മളവിടെ നിന്ന് ഇറങ്ങുകയാണ്. കണ്ട അവിടെ ശ്രീലങ്കയിലെ ഡ്രസ്സുകളും കാര്യങ്ങളുമാണ്. അതെല്ലാം നോർമൽ എല്ലാ സ്ഥലത്തും ഉള്ളതുപോലെ തന്നെ ഇച്ചിരി വെറൈറ്റിയും കാര്യങ്ങളൊക്കെ കാണും. വെറൈറ്റി ഉള്ളപ്പോൾ ഞാൻ കാണിച്ചു തരാം കേട്ടോ. നമ്മൾ യു എ എന്നിട്ട് യു എ തന്നെ കയറേണ്ട ആവശ്യമില്ല. കാര്യം യു എയിൽ നമ്മൾ കണ്ടിട്ടുള്ള സംഭവങ്ങൾ തന്നെയാണ് കൂടുതലും ഉള്ളത്. യു എയിൽ കണ്ടോ ഊത് പോയിക്കുന്നത്. ഊതാണ് മെയിൻ ഇത്. പിന്നെ ഡ്രസ്സ്, സ്വർണം, ഇതൊക്കെയാണ് ഇവിടുത്തെ മെയിൻ സംഭവങ്ങൾ. ഇത് വരെ നൈറ്റ് ഡ്രസ്സ് അങ്ങനെയുള്ള സംഭവങ്ങൾ, ഇതും നൈറ്റ് ഡ്രസ്സ് അങ്ങനെയുള്ള സംഭവങ്ങൾ. യു എയിൽ കുറേ കണ്ടതാണ്. എല്ലാം നോർമൽ സംഭവം. നമ്മൾ ഞാൻ ആ ഓൾഡ് സൂക്കൊക്കെ പോയില്ലേ, ആ സംഭവം തന്നെയാണ് ഇത് നമ്മുടെ യു എയിലുള്ളത്. ഇവിടെ കണ്ട തിളങ്ങുന്നുണ്ട്. അവിടെ ഫുഡിൻ്റെ ഐറ്റം ഇതൊക്കെ ഓരോരോ സൂക്കുകളും കാര്യങ്ങളും. ഇവിടെ ഡ്രസ്സുകളുണ്ട്. ഞാൻ എന്തായാലും സീൽ എന്തായാലും യു എയിലെ സീൽ നമുക്ക് നമ്മുടെ പാസ്പോർട്ട് ഒറിജിനൽ പാസ്പോർട്ട് ഉണ്ടല്ലോ. ഇനി നമുക്ക് ഈ പാസ്പോർട്ടിലും കൂടെ യു എയിലെ സീൽ നമുക്ക് അടിക്കാം ഗൈസ്. ഇവിടെ ഇതേപോലെ കുറച്ച് ചെറിയ കടയുണ്ട്. അവിടെ നമുക്ക് സോണിയർ ഷോപ്പാണ്. ഇത് പുകയ്ക്കുന്ന സാധനങ്ങളൊക്കെ ഊത് അങ്ങനെയുള്ള സുഗന്ധ വസ്തുക്കളില്ല കണ്ടോ പുകയ്ക്കുന്നത്. എന്തായാലും നമുക്ക് പോയിട്ട് സീലെടുത്തിട്ട് ജസ്റ്റ് നമുക്കൊന്ന് ട്രൈ ചെയ്യാം. യു എയിൽ വന്നിട്ട് യു എയിൽ സീലടിക്കുക. അതായത് ഈ ഭാഗം കൊണ്ട് അടിപൊളി രസമുണ്ട് കേട്ടോ. പക്ഷേ ഇന്ത്യയുടെ അത്രയൊന്നും വരുന്നില്ല ഗൈസ്. ഇതാണ് നമ്മുടെ യു എയിൽ സീലടിച്ചേക്കുന്നത്. ഇനി നമ്മൾ അടുത്ത പാകിസ്ഥാനാണ്, അങ്ങോട്ട് പോകാം ഗൈസ്. അപ്പം ഫുഡ് ഉണ്ട്, ഫുഡ് കോർട്ടാണ്. അവിടെ എല്ലാം ഫുഡാണ്, വെറൈറ്റി ഫുഡുകളാണ് ഉള്ളത്. ആ ഗൈസ് ഈ ഫ്രം ഈജിപ്റ്റ്? ഓക്കെ. ഇന്ത്യ? താങ്ക് യു. യു എയിൽ കുറച്ച് വലുതാണ് കേട്ടോ. വലിയ ഒരു പൗലിനാണ്. ഒരേപോലെയൊക്കെ തന്നെയാണ്. വെറൈറ്റി സംഭവങ്ങളുണ്ടെങ്കിൽ ഞാൻ കാണിച്ചത് ഗൈസ്. എല്ലാം ഒരേ കണക്കിരിക്കും. പിന്നെ വെറൈറ്റി ഡ്രസ്സുകൾ യു എയിലുണ്ട്. യു എയിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. നമുക്കിനി അടുത്ത പാകിസ്ഥാനുണ്ട്. പാകിസ്ഥാനിൽ കയറാം. എല്ലാ സ്ഥലത്തും ഒരേ കണക്കാണ്. പക്ഷേ ചില കാര്യങ്ങൾ മാറ്റമുണ്ട്. ഇന്ത്യയിൽ മാറ്റം ഉണ്ടായാലും ചൈന ഒരു വെറൈറ്റി സംഭവം, ജപ്പാൻ ഇതൊക്കെ വെറൈറ്റി ആയിരുന്നു. അമേരിക്കൻ, പിന്നെ നമുക്ക് മെയിനായിട്ട് വെറൈറ്റി ആയിട്ട് തോന്നിയിട്ടുള്ള ആഫ്രിക്ക, ഇതൊക്കെ വെറൈറ്റി ആയിട്ട് തോന്നുന്നു. മുസ്ലിം രാജ്യങ്ങളിൽ എല്ലാത്തിലും എനിക്ക് ഒരേ കണക്കാണ് തോന്നിയത്. എന്തായാലും അതാണ് പാകിസ്ഥാൻ. അടുത്ത് നമ്മൾ പാകിസ്ഥാനിലോട്ട് കയറുകയാണ്. പാകിസ്ഥാൻ ഈസ് ദ നെയ്ബർ കൺട്രി എന്ന് പറയുന്നില്ല നമ്മൾ. അപ്പോൾ നമ്മൾ പാകിസ്ഥാനിലോട്ട് കയറുകയാണ്. ഇതെല്ലാം വെറൈറ്റി സംഭവങ്ങളാണ്. എല്ലാം നമ്മൾ ഇന്ത്യ ബേസ് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ പുതുമ വരത്തില്ല. രക്ഷയില്ല കേട്ടോ. കാശ്മീരിൽ പോയില്ല. ആ ഒരു പ്രതിനിധിയാണ് പാകിസ്ഥാനിലെ ഡ്രസ്സുകളും കാര്യങ്ങളും കാണുമ്പോൾ തോന്നുന്നത്. പല പല ക്ലോക്കുകളും അങ്ങനെയുള്ള സാധനങ്ങളാണ്. തടിയിൽ തീർത്ത ക്ലോക്കുകൾ. പിന്നെ പാകിസ്ഥാൻ സംഗീതം, അതാണ് മെയിൻ സംഗീതം. ഇവിടെ ഒന്നുമില്ല, ഷോ ഇപ്പോൾ ഇല്ല. അതെല്ലാം അടച്ചു കൂട്ടിയിരിക്കുകയാണ്. ഷോ എനിക്ക് വന്ന് ഇനി തുടങ്ങുമായിരിക്കും. 6-7 മണി വരെ ഉള്ള കേസ്. ഇതിപ്പോൾ ഏകദേശം നമുക്ക് 8 മണിയായി. 11 മണി വരെ ഇവിടെ എല്ലാം തുറന്നിരിക്കും. 11 മണി കഴിഞ്ഞെല്ലാം അടയ്ക്കും. അടയ്ക്കുകയെന്ന് വെച്ചാൽ ഇതൊക്കെ അതേ കണക്ക് തന്നെ തുറന്നിരിക്കും. ബ്ലോവ് വില്ലേജ് അടയ്ക്കും. ഇത്ര ഉള്ള കേസ് ഇതുണ്ട്. പിന്നെ നമുക്ക് ഇതുണ്ട്, ഇത് ലൈവായിട്ട് എംബ്രോയിഡറി ചെയ്യുന്ന സംഭവം, മെഷീനിൽ ചെയ്യുന്നത്. ഓക്കെ കേസ്. അപ്പം ഇത് മറ്റേ കഴിക്കുന്ന കൂടപ്പന്നി അതാണ്. ഇനി നമുക്ക് വേണ്ടുള്ളത് ആ ഒരു സീലടിക്കുന്നത്. നമ്മുടെ തണുപ്പല്ല കേസ്. അപ്പോൾ ആ തണുപ്പത്തിടുന്ന ഡ്രസ്സുകളൊക്കെ ഉണ്ട്. ഭയങ്കര ക്വാളിറ്റിയാണ്. ഇതാണ്ട് അടുത്ത ചിലത് ക്വാളിറ്റി ഉള്ളതുണ്ട്, ക്വാളിറ്റി ഇല്ലാത്തതുണ്ട്. പല സമയത്ത് ഫേമസ് ആണ് ചക്കിക്കകത്ത് മറ്റേ ഇത് ചെയ്യുന്നത്. ഓക്കെ കേസ്. അപ്പോൾ നമുക്ക് എന്തായാലും ഈ സീലിൻ്റെ ആ സംഭവം നോക്കാം. അതുകൊണ്ട് അടിച്ചിട്ട് നമുക്ക് ഇവിടെ നിന്നാണ്. ഓക്കെ കേസ്. അങ്ങനെ നമ്മൾ പാകിസ്ഥാനിലെ മേടിച്ചിരിക്കുകയാണ്. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ 2 അടിച്ച് കയറുന്നില്ല, നമ്മൾ അടിച്ചപ്പിച്ചിട്ട് വെളിയിലോട്ടായി പോയി. അപ്പോൾ പാകിസ്ഥാനിലെ ഫുഡ് കോർട്ടും കാര്യങ്ങളുമാണിത്. നമ്മൾ ഇന്ത്യയുടെ ആ ഒരു ടച്ച് തന്നെ എടുത്തോളൂ പാകിസ്ഥാനിലെ ഫുള്ള് കാര്യങ്ങൾ. പിന്നെ ചില ഡ്രസ്സുകളൊക്കെ എന്ന് വെച്ചാൽ ഒരു വെറൈറ്റി ഡ്രസ്സുകളാട്ടോ. അപ്പോൾ കേസ് നമ്മൾ ഇനി എന്തായാലും അടുത്ത ഏതെങ്കിലും പൗലിയൻ ഉണ്ടെന്ന് നോക്കാം. ഡ്രസ്സെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല മിനിക്കവും അങ്ങനെയൊക്കെ ഉള്ള ഡ്രസ്സുകളാണ്. അവിടെ നോക്കി പറ്റില്ല, നമ്മളാ ഫൗണ്ടനോ വെള്ളച്ചാട്ടമൊക്കെ ചാടത്തില്ലേ, ഇങ്ങനെ വയ്ക്കത്തില്ലേ നമ്മൾ വെളിയിൽ വയ്ക്കുന്ന ആ ഒരു സംഭവം അടിപൊളി കേട്ടോ. ഇതൊക്കെ കണ്ടു കല്ലിൽ തീർത്ത സംഭവങ്ങളാണ്. അപ്പോൾ നമുക്ക് നോക്കാം. കുവൈറ്റിലൊക്കെ നമ്മൾ പോയതാണ്. എനിക്ക് തീർന്നെന്ന് തോന്നുന്നു. പൗലിനെല്ലാം തീർന്ന് നമ്മുടെ ഒരു താജ് മഹൽ അവിടെ ഇരിപ്പുണ്ട്. പിന്നെ ഫുഡ് വേണമെങ്കിൽ ഫുഡ് മേടിക്കാനുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. നമുക്ക് ഒരു ഇച്ചിരി വെള്ളം മേടിക്കണം. ഇത്ര സംസാരിച്ചില്ല. ഈ സ്വർണ്ണങ്ങളുണ്ടോ തുർക്കി, അപ്പോൾ തുർക്കിയിലോട്ടാണ് കയറുന്നത് കേട്ടോ. തുർക്കിയാണെന്ന് തോന്നുന്നത് എനിക്ക് ലാസ്റ്റത്തെ പൗലിയനായിട്ട് തോന്നിയത്. പിന്നെ അവിടെ താജ് മഹൽ വെച്ചിരിക്കുന്നത് അടിപൊളി രസം. ഇത് കണ്ടത് ഭംഗിയാണ്. നമ്മൾ ഇപ്പം തുർക്കിയിലോട്ട് കയറിയിരിക്കുകയാണ്. തുർക്കിയിലാണ് ഇവിടെ ഫേമസ് സംഭവം. പല പല ഫുഡ് ഐറ്റംസ് ഉണ്ട്. ഡ്രസ്സ് ഉണ്ട്. അവിടുത്തെ ഡ്രസ്സിൻ്റെ രീതികളൊക്കെ ഈ രീതിയിലത്തെ ഡ്രസ്സാണ് തുർക്കിക്കാരിടുന്നത് എന്നാണ് പറയുന്നത്. അപ്പോൾ കേസ് അപ്പം ജ്വല്ലറീസ് വെറൈറ്റി ജ്വല്ലറീസാണ് കേട്ടോ ഇവിടെ ഉള്ളത്.
പിന്നെ നമുക്ക് നോക്കാം ഗൈസ്. നമുക്കിനി അങ്ങോട്ട് പോവാം. ഫുഡ് ഐറ്റം വെറൈറ്റി ഫുഡ് ഐറ്റം ഇതേപോലെ ഇതൊക്കെ എന്തൊരു ഫുഡ് വെറൈറ്റിയാണ് കേട്ടോ. ഓക്കെ ഗൈസ്, നമുക്ക് എന്തായാലും ഇനി സീൽ ചെയ്യുന്ന ആ ഒരു സാധനം നോക്കാം കേട്ടോ. ഇവിടെ എവിടെയെങ്കിലും ഉണ്ടോ എന്ന് നോക്കാം. ാണ് തോന്നുന്നു ഇങ്ങനത്തെ ഐസ്ക്രീം സംഭവം. അത് ഫേമസ് ഇവിടെയാണെന്ന് തോന്നുന്നു. ഫുഡിൻ്റെ ഒരു കലവറകളാണ് കേട്ടോ. പല പല ഐറ്റം ഫുഡുകളാണ് ഇവിടെ ഉള്ളത്. ഇത് ഫുഡാണ് ഗൈസ്. പിന്നെ ഒരു കാർപ്പറ്റും അങ്ങനെയുള്ള സംഭവങ്ങളുണ്ട്. ഇവിടെ ഫുഡ് കഴിക്കാനുള്ള കോർട്ട്യാർഡുണ്ട്. ദുബായിൽ വന്നല്ലേ, ദുബായിൽ കാണുന്ന ആ സെയിം സംഭവം തന്നെയാണ് ഇതും വെച്ചിരിക്കുന്നത്. പിന്നെ എല്ലാ സ്ഥലത്തും ചെയ്യാൻ ഉപ്പിലിട്ട കുറേ സംഭവങ്ങൾ വെച്ചു നമ്മുടെ നാട്ടിലും കിട്ടും, എല്ലാ സ്ഥലത്തും കിട്ടും കേട്ടോ. എല്ലാം അടയ്ക്കുന്ന തോന്നുന്നു, എല്ലാവരും കൂട്ടുന്നുണ്ട്. ഇതായത് കേട്ടോ വെറൈറ്റി സംഭവങ്ങൾ കേട്ടോ. നല്ല രസമുണ്ട് കാണാൻ കേട്ടോ, നല്ല ഭംഗിയുണ്ട് കാണാൻ കേട്ടോ. അറപ്പാണ് പുള്ളിയിട്ട് കുത്തി വെച്ചിരിക്കുന്നത്. അപ്പോൾ തുർക്കിയിലാണ് ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത്. തുർക്കി. ഓക്കെ, ഇത് നമുക്ക് സ്റ്റാമ്പ് ചെയ്തിട്ട് പോകാം. നോക്കട്ടെ, സ്റ്റാമ്പ് ചെയ്യുന്നത് നമ്മൾ തുർക്കിയുടെയും സീൽ ചെയ്തിരിക്കുകയാണ്. തുർക്കിയുടെ നാട്ടിൽ നിന്ന്. ഓക്കെ സാർ, അവിടെ ഫ്രൂട്ട് സൈറ്റും ഉണ്ട് കേട്ടോ. നമ്മുടെ ഇത് കണ്ടോ, ഈ ഫ്രൂട്ട് സൈറ്റത്തിൻ്റെ കനം കണ്ടോ. നമ്മുടെ ആ ഒരു ഫ്രൂട്ട്സിൻ്റെ പേരെന്താണ് ഐസ്ക്രീം കമൻറ്റ് വായി കിട്ടുന്നില്ല. ചെറുത് നമുക്ക് നാട്ടിൽ പിടിക്കുന്നത് ചെറുതാണ്, അല്ലാതെ നമുക്ക് മേടിക്കാൻ കിട്ടുന്ന വലുതാണ്. ഓക്കെ ഗൈസ്, ഇനി നമുക്ക് ഇത് കണ്ടോ, താജ്മഹൽ ഉണ്ടോ. 30 പൗലിയനുണ്ട്. 30 പൗലിയൻ്റെ ഇതാണ്. നമ്മൾ എല്ലാ പൗലിയൻ്റെയും എടുത്തെന്ന് വിചാരിക്കുന്നു. കേസ് എല്ലാം എടുത്തിട്ടുണ്ട്. കേസ് മിക്കേൻ്റെ ഞാൻ എടുത്തിട്ടുണ്ട്. ചിലതിൻ്റെ ഒന്നും തെളിഞ്ഞില്ല, അത് കാരണം കൊണ്ടാണ് കേട്ടോ. പിന്നെ ഇത് അതിൻ്റെ സ്പോട്ടുകൾ, ഇത് വേറൊന്നുമല്ല, റെയിൽവേ മാർക്കറ്റ്, ഇങ്ങനെയുള്ള ഹൗസ് ഫെയർ, റോഡ് ഓഫ് ഏഷ്യ, അങ്ങനെയുള്ള കുറേ സ്പോട്ടുകളാണ്. പിന്നെ ATM കൗണ്ടർ, അങ്ങനെയുള്ള സംഭവങ്ങളില്ലേ. ബാത്റൂം ഇവിടെ ഉണ്ട്. ഇത് അതിൻ്റെ ഒരു മാപ്പാണ്, ചെറിയൊരു മാപ്പാണ്. അപ്പം 30 പൗലിയനാണുള്ളത്. 30 പൗലിയൻ്റെയും എടുത്തു എന്ന് നമ്മൾ വിശ്വസിക്കുന്നു. പക്ഷേ 30 പൗലിയൻ നമ്മൾ കയറിയിട്ടുണ്ട് കേട്ടോ. അതിലൊരു രക്ഷയില്ല. നമ്മളെന്തായാലും ഫുള്ള് കയറാൻ പറ്റിയിട്ടുണ്ട് ആ ഈ ഒരു സമയം കൊണ്ട്. നമ്മളെന്തായാലും ഇതാ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അടിപൊളി രസമുണ്ട്, ആർച്ച് പോലെ ഇരിക്കുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ ഇങ്ങോട്ട് വന്ന എന്താ സംഭവം എന്താണെന്ന് നോക്കാൻ വേണ്ടി. അവിടെ പോയി മറ്റേ നീരാളിയോ ഡ്രാഗൻ്റെ അത് അങ്ങോട്ട് പോകാൻ വേണ്ടി ഡ്രാഗൻ്റെ സംഭവം എന്തോ നോക്കാൻ വേണ്ടി. എൻ്റെ ഫോൺ ചാർജ് ആകും 7% ഇപ്പോൾ ഓഫാവും. അപ്പോൾ അതിന് മുന്നേ ഞാൻ പെട്ടെന്ന് ഇറങ്ങാൻ പോകുന്നുണ്ട്. ഗ്ലോബൽ വില്ലേജിനൊക്കെ ഇരുതി വെച്ചിട്ട് ഇവിടെ ആൾക്കാർ വന്ന് ഫോട്ടോ എടുക്കുന്നുണ്ട്. ഒരു കുതിര നിൽക്കണം, സാധ്യതയുണ്ട്. ഇങ്ങനെ കിടക്കും. ഞാൻ ജസ്റ്റ് അങ്ങോട്ട് പോയിട്ട് ഇതാ വരുന്നത്. കൊച്ചേൻ്റെ അതൊക്കെ കയറുമ്പോൾ നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാൻ. ഇത് നമ്മുടെ ഫ്ലോട്ടിൻ മാർക്കറ്റിലോട്ട് കയറുകയാണ് കേട്ടോ. ഇതാ ഇവിടെ ഫ്ലോട്ടിൻ മാർക്കറ്റ് ഉണ്ട്. ജസ്റ്റ് ഒന്ന് കയറി നോക്കിയിട്ട് വരും. എന്തായാലും ഫ്ലോട്ടിൻ മാർക്കറ്റിലോട്ട് കയറിയിട്ടുണ്ട്. ഇതാണ് ഫ്ലോട്ടിൻ മാർക്കറ്റ്. കാര്യം ഫ്ലോട്ട് ചെയ്ത് കിട്ടിയല്ല, ജസ്റ്റ് ഒരു ആംഗിളിൽ നിർദ്ദേശിച്ചു. നമുക്ക് എന്തായാലും ഫ്ലോട്ടിൻ മാർക്കറ്റ് കയറിയിട്ട് ജസ്റ്റ് ഒന്ന് കറങ്ങാം. ഇവിടെ ഫുൾ ഫുഡും കാര്യങ്ങളൊക്കെയാണ്. ഫുള്ളും ഫിഷിൻ്റെ സംഭവമാണ്. പിന്നെ മരുന്ന മാറ്റം ടേസ്റ്റ് നമുക്കറിയാം. അതുകൊണ്ട് നമുക്ക് ഇവിടെ നിന്ന് കഴിക്കാൻ കിട്ടും. ഇവിടെ വെച്ച് ഫുഡ് കഴിക്കാം. അതേപോലെ ഇവിടെ നിന്ന് ഫുഡ് മേടിക്കുക, ഇവിടെ നിന്ന് കഴിക്കുക. അതാണ് നമ്മുടെ ഡ്രാഗൺ എന്ന് പറയുന്നത്. അടിപൊളി രസമുണ്ട് കേട്ടോ കാണാൻ. ഇവിടെ നിന്ന് ഫുഡ് കഴിക്കും, സാധനം മേടിക്കുക, കഴിക്കുക. 21 ദിർഹം. ഗൈസ് വളരെ വളരെ വിലക്കുറവാണല്ലോ. ഏകദേശം 200-300 വരുമ്പോൾ ഒരു ഡിഷിനൊക്കെ കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഇവിടെ ഫുഡ് കഴിക്കുന്നത്. അങ്ങോട്ടും കിടക്കൊണ്ട് ഫ്ലോട്ടിംഗ് മാർക്കറ്റ്. ഇത് ഫിഷിൻ്റെ സംഭവമുണ്ട്. അപ്പോൾ നല്ല മണമുണ്ട് ഗൈസ്. എനിക്കിഷ്ടമല്ലാത്തൊരു മണം ഗൈസ്. കേട്ടോ, ഇതാണ് നമ്മുടെ ഡ്രാഗൺ എന്ന് പറയുന്നത്. ഇവിടെ അടിപൊളി രസമുണ്ടാണ് കാണാൻ. അതുകൊണ്ടാണ് നമുക്ക് കയറി വരുന്നത്. ആ ഒരു പോർഷൻ ഈ പോർഷനിൽ കയറി വന്നിട്ട് നമ്മൾ ഇങ്ങനെ ഡ്രാഗൻ്റെ ഇതിൽ കിടന്ന് ഇങ്ങനെ 2 കറക്കം കറങ്ങി ഗൈസ്. ഫുള്ള് പൗലിന് ഞാൻ കണ്ടു. ബോട്ട് റൈഡും ഉണ്ട് കേട്ടോ. ചെറിയൊരു പോലെ അത്രയൊക്കെ കാണുന്നത്. ഇതിൻ്റെ അടിയിലൊക്കെ നല്ല ലൈറ്റൊക്കെ ഇട്ട് സംഭവം സെറ്റ് ചെയ്തിട്ടുണ്ട്. ഏത് സ്ഥലത്ത് വന്നിട്ട് നമ്മളിനി അവിടെ നിന്ന് ഇറങ്ങുകയാണ് ഗൈസ്. കുവൈറ്റിൽ ഇവിടെ വന്നിട്ട് ഫസ്റ്റ് കയറി അവിടെ തന്നെ നമ്മൾ വന്ന് ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഗൈസ് നമ്മൾ വീഡിയോ എന്തായാലും വൈൻഡപ്പ് ചെയ്യാം. ഇവിടെ നിന്ന് വൈൻഡപ്പ് ചെയ്യാൻ കാര്യം നമ്മൾ ബാറ്ററി ചാർജ് ചെയ്യാനായതുകൊണ്ട് മാത്രമാണ് നമ്മളിപ്പോൾ ഇവിടെ നിന്ന് വൈൻഡപ്പ് ചെയ്യുന്ന ആ ഡ്രാഗൻ്റെ അടുത്താണ് നമ്മൾ വൈൻഡപ്പ് ചെയ്യുന്നത്. അപ്പോൾ നമ്മളെ ചാനൽ നിങ്ങൾ ഈ വീഡിയോ കണ്ടിട്ട് സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് ലൈക്ക് ചെയ്യുകയും ചെയ്യുക. കമൻറ്റ് ഒന്നും ചെയ്തില്ലെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുമ്പോൾ കുറച്ച് എൻ്റെ വീഡിയോ ബൂസ്റ്റ് ആകുന്നതുകൊണ്ടാണ്. കാഴ്ച വീഡിയോസ് ഇനിയും വരുന്നുണ്ട്. ഇനിയും വീഡിയോസ് വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എന്തായാലും നമ്മൾ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും ബൈ. നമ്മൾ വന്ന സ്ഥലത്ത് നിന്ന് തന്നെ തിരിച്ചിറങ്ങാം. വേണമെങ്കിൽ അവിടെ നിന്ന് ഇറങ്ങാൻ പറ്റും. നമ്മൾ വന്ന സ്ഥലത്ത് നിന്ന് തന്നെ തിരിച്ചിറങ്ങാൻ എല്ലാ ഐറ്റവും ഉണ്ട്. ഇതാണ് താജ്മഹൽ കേട്ടോ. താജ്മഹലിൻ്റെ ഐറ്റം അതിനകത്ത് എഴുതി വെച്ചിരിക്കുന്ന ഒരു കടയുടെ പേരാണ്. ഇത് പാരീസ്, നമ്മളെ കൊളംബസിൻ്റെ ആ ഒരു എന്തുവാ ഗ്ലാഡിയേറ്ററൊക്കെ ഷൂട്ട് ചെയ്തില്ലേ ആ സാധനം. പിന്നെ നമ്മൾ ആ ക്ലോക്ക് ടവറുണ്ട് സൗദിയുടെ. പിന്നെ ഫ്രണ്ടിൽ വെച്ചേക്കുന്ന ആ ഒരു ഇത് ഭംഗിയാണെന്നറിയാം കാണാൻ ഗൈസ്. നേരിട്ട് കാണാം, എന്നാലും ഒരു ഭംഗിയുള്ള. ഇത് ചൈനയുടെ എന്തോ സംഭവമുണ്ട്. എല്ലാ വലിയ വലിയ ഐറ്റംസിൻ്റെ അകത്ത് കുറച്ച് ഷോപ്പുകളാണ്, താഴെ പോലെ ഷോപ്പുകളാണുള്ളത് കേട്ടോ. എന്തായാലും നമുക്കിനി കുറച്ചുകൂടെ കണ്ടിട്ടൊക്കെ ഇറങ്ങണം ഗൈസ്. ഫുള്ള് എടുത്ത് ഫുൾ അടിയാൻ ഭയങ്കര സന്തോഷമായി. കാര്യം ഞാൻ ഫുള്ള് പൗലിയനിൽ കയറി, 30 പൗലിയനിലും കയറി. അതിൽ 3-4 എണ്ണത്തിൽ സീൽ എനിക്ക് എടുക്കാൻ പറ്റിയില്ല. ഉള്ളതിനെല്ലാത്തിനും ഞാൻ സീൽ എടുത്തിട്ടുണ്ട്.
എന്ത് ഭംഗിയാന്ന് നോക്കിയാൽ കാണാൻ ഒരു രക്ഷയില്ല ഗൈസ്. നമ്മളിപ്പം ഇറങ്ങാൻ പോവുകയാണ്. എല്ലാം കഴിഞ്ഞ് കുബൈബ മെട്രോ സ്റ്റേഷനിലാണ് നിൽക്കുന്നത്. അവിടെ നിന്ന് വണ്ടി കഴിഞ്ഞ് ഫോണൊക്കെ ഓഫായി. പിന്നെ എനിക്ക് പറയാനുള്ള കാര്യം വെച്ചാൽ നമ്മൾ അവിടെ പോയപ്പോഴല്ലേ എനിക്ക് അറബ് രാജ്യത്തിലെല്ലാം ഒരേ കണക്കത്തെ ഡ്രസ്സും കാര്യങ്ങളൊക്കെയാണ്. ചില സാധനങ്ങൾ വ്യത്യാസമാണ്. ഏറ്റവും ഇഷ്ടപ്പെട്ട എനിക്ക് ഇന്ത്യയും പിന്നെ ചൈനയുടെ സാധനങ്ങൾ അടിപൊളിയാണ്. ഇന്ത്യ മോഡലില്ല, ഫ്രണ്ടിലത്തെ മോഡൽ, അത് അടിപൊളിയായിരുന്നു. പിന്നെ ചൈനയുടെ അകത്ത് എല്ലാ സാധനവും ചൈനയിൽ ഇല്ലാത്ത ഒരു സാധനവും ഇല്ല ഗൈസ്. അത്രയാണ് ഗൈസ്. അപ്പം നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കില്ല ഗൈസ്.